2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത്? 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം. ഉത്തരം ജോഹന്നാസ്ബർഗ് ആണ്. ഓപ്ഷൻ എ ജോഹന്നാസ്ബർഗ്. അടുത്ത ചോദ്യം നോക്കാം. 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ ബി 102 ആണ്. എത്രയാണ്? 102 ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. ആധുനിക ഋഷി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഋഷി എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം MG റാനഡെ. ആരാണ്? MG റാനഡെ. ചോദ്യം എങ്ങനെയാണ്? ആധുനിക ഋഷി എന്നറിയപ്പെടുന്നത് ആര്? ആരാണ്? ഉത്തരം MG റാനഡെ. ശ്രദ്ധിക്കുക, ആധുനിക ഋഷി MG റാനഡെ ആണ് അല്ലെ. അപ്പൊ ആധുനിക മനു ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആധുനിക മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. ഈ MG റാനഡെ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? MG റാനഡെ. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? MG റാനഡെ. അപ്പോൾ ആധുനിക ഋഷി ആരാണ്? MG റാനഡെ. അടുത്ത ചോദ്യം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഏത്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഹൈദരാബാദ് ആണ്. ഏതാണ്? ഹൈദരാബാദ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആര്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആര്? ആരെയാണ്? റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് കഡ്സൺ പ്രഭുവിനെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏത്? ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏത്? ഏതാണത്? അത് ആരവല്ലിയാണ്. ഏതാണ്? ആരവല്ലിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രം ഏത്? ഏതാണ്? കുമാരസംഭവം. ഏതാണ്? കുമാരസംഭവം. അടുത്ത ചോദ്യം. പിഗ്മാലിയൻ പോയിന്റ്, പാഴ്സൺസ് പോയിന്റ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ തെക്കേയറ്റം ഏതാണ്? അത് ഇന്ദിര പോയിന്റ് ആണ്. ഉത്തരം ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. എങ്ങനെയാണ്? പിഗ്മാലിയൻ പോയിന്റ്, പാഴ്സൺസ് പോയിന്റ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ തെക്കേയറ്റം ചോദിച്ചാൽ ഏതാണ്? അത് ഇന്ദിര പോയിന്റ്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏത്? ഏതാണ്? ഇന്തോനേഷ്യ. ചോദ്യം മറക്കലും. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ്? ഇന്തോനേഷ്യയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയത്തിന്റെ ആസ്ഥാനം എവിടെ? എവിടെയാണ്? അത് ഡെറാഡൂൺ ആണ്. ഉത്തരം ഏതാണ്? ഡെറാഡൂൺ. അടുത്ത ചോദ്യം. കേന്ദ്ര എരുമ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര എരുമ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ഹിസാർ. ഉത്തരം ഓപ്ഷൻ സി ഹിസാർ. അടുത്ത ചോദ്യം. ഇഗ്നോയുടെ വിദ്യാഭ്യാസ ചാനൽ ഏത്? ഇഗ്നോയുടെ വിദ്യാഭ്യാസ ചാനൽ ഏത്? ഏതാണ്? ഗ്യാൻ ദർശൻ. ഏതാണ്? ഗ്യാൻ ദർശൻ. ഏതിൻ്റെയാണ്? ഇഗ്നോയുടെ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? ഗ്യാൻ ദർശൻ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വജ്രനഗരം. എങ്ങനെയാണ്? ഇന്ത്യയുടെ വജ്രനഗരം. അപ്പോൾ ഏതാണ് ഉത്തരം? സൂററ്റ് ആണ്. ഓപ്ഷൻ ബി സൂററ്റ്. അങ്ങനെ അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ വജ്രനഗരം. ഏതാണ്? അത് സൂററ്റ്. അടുത്ത ചോദ്യം നോക്കാം. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഏതാ? ബ്രഹ്മപുത്ര. ചോദ്യം മറക്കല്ലും. അസമിന്റെ ദുഃഖം ഏതാണ്? ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത്? ഏതാണ്? നൈക്ക് അപ്പാച്ചെ. ഏതാണ്? നൈക്ക് അപ്പാച്ചെ. ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത്? ഏതാണ്? നൈക്ക് അപ്പാച്ചെ. അടുത്ത ചോദ്യം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ചിൽക്കയാണ്. ഏതാണ്? ചിൽക്കയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏത്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏത്? ഏതാണ്? ഹിമാദ്രിയാണ്. ഏതാണ്? ഹിമാദ്രിയാണ്. അടുത്ത് നോക്കേ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ്, ചോദ്യം മറക്കല്ലും. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഏതാണ്? പ്ലീഹയാണ്. ഏതാണ്? പ്ലീഹയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതിനെ? പ്ലീഹ. അടുത്ത ചോദ്യം. ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഏതാണ്? മുംബൈ. ഏതാണ്? മുംബൈ. ചോദ്യം എങ്ങനെയാണ്? 7 ദ്വീപുകളുടെ നഗരം. ഏതാണ് ഉത്തരം? മുംബൈ ആണ്. അടുത്ത ചോദ്യം. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ധൻബാദ് ആണ്. ഓപ്ഷൻ ഡി ധൻബാദ് ആണ്. എങ്ങനെ അറിയപ്പെടുന്നത്? ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ധൻബാദ്. അടുത്ത ചോദ്യം. ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പോൾ ഏതാ? ഗ്രാൻഡ് അണക്കെട്ട് അല്ലേ? ഏത് സ്റ്റേറ്റ് ആണത്? തമിഴ്നാടാണ്. ഉത്തരം തമിഴ്നാടാണ്. ഓക്കെ. അടുത്ത ചോദ്യം. കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം ഏത്? കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി കർണാലാണ്. ഓപ്ഷൻ ഡി കർണാലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൽപ്പന ചൗള അല്ലേ? അപ്പോൾ കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം എവിടെയാണ്? അത് കർണാലാണ്. അടുത്ത ചോദ്യം. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏതാണത്? ഓപ്ഷൻ ഡി ഗോവയാണ്. ഓപ്ഷൻ ഡി ഗോവയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ഏത്? വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ഏത്? ഏതാണത്? മസ്തൂർ കിസാൻ ശക്തി സംഘടന. ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടന. ചോദ്യം മാർക്കലും. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടന. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരപരിധിയുള്ള ഹൈക്കോടതി ഏത്? ചോദ്യം ശ്രദ്ധിച്ചേ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരപരിധിയുള്ള ഹൈക്കോടതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഗുവാഹത്തിയാണ്. ഏതാണ് ഉത്തരം? ഗുവാഹത്തിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആര്യഭട്ടയെ വിക്ഷേപിച്ച വാഹനം ഏത്? ആര്യഭട്ടയെ വിക്ഷേപിച്ച വാഹനം ഏത്? അപ്പോൾ ഏതാണ് വാഹനം? കോസ്മോസ് ആണ്. ഏതാണ്? കോസ്മോസ്. ചോദ്യം മറക്കല്ലും. ആര്യഭട്ടയെ വിക്ഷേപിച്ച വാഹനം ഏത്? ഉത്തരം ഏതാണ്? കോസ്മോസ് ആണ്. അടുത്ത ചോദ്യം. ദൂരദർശന്റെ ആപ്തവാക്യം ഏത്? ദൂരദർശന്റെ ആപ്തവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം ദൂരദർശൻ അല്ലേ? അപ്പോൾ ദൂരദർശന്റെ ആപ്തവാക്യം ഏതാണ്? സത്യം ശിവം സുന്ദരം. ഏതാണ്? സത്യം ശിവം സുന്ദരം. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്ര? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. അപ്പോൾ എത്രയാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത്? 2933 കിലോമീറ്റർ. ഓക്കെ. മറക്കല്ലും. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2933 കിലോമീറ്റർ. അടുത്ത ചോദ്യം. പ്രസാർ ഭാരതിയുടെ ആദ്യ ചെയർമാൻ ആര്? പ്രസാർ ഭാരതിയുടെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? നിഖിൽ ചക്രവർത്തിയാണ്. ആരാണ്? നിഖിൽ ചക്രവർത്തി. ചോദ്യം. പ്രസാർ ഭാരതിയുടെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം നിഖിൽ ചക്രവർത്തി. അടുത്ത ചോദ്യം. സൂര്യന്റെ പ്രായം ഏകദേശം എത്ര? സൂര്യന്റെ പ്രായം ഏകദേശം എത്ര എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 460 കോടി വർഷമാണ്. എത്രയാണ്? 460 കോടി വർഷം. ചോദ്യം മറക്കല്ലും. സൂര്യന്റെ പ്രായം ഏകദേശം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എത്രയാണ്? 460 കോടി വർഷമാണ്. അടുത്ത ചോദ്യം. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആര്? നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ചോദ്യം മറക്കല്ലും. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ.